ഹലോ ഗൈസ്, നമ്മൾ ഫിഷിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ. നേരെ നമ്മൾ സ്പോട്ടിലോട്ട് ഫിഷിംഗ് സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമുക്ക് എന്നൊക്കെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല, നമുക്ക് അവിടെ പോയി നോക്കാം. എന്തെങ്കിലും കിട്ടിയാൽ നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഒറ്റയ്ക്കേ ഉള്ളൂ. രാവിലെ ഇച്ചിരി നേരത്തെ ഇറങ്ങി, 10 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഓളമാണ്. മീനൊന്നും കാണാൻ പറ്റിയത് എവിടെയെല്ലാം ഉടക്കോല ഇട്ടിട്ടുണ്ട്. ഉണ്ടോ ഉടക്കോല്? നമ്മൾ പോകുന്ന അങ്ങോട്ടാണ്, അവിടെയാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഫയർ ഫിഷിംഗ് 1977 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കണം, മറന്നു പോകരുത്. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം, കമൻറ്റും ഇട്ടേക്കണം. ഭയങ്കര ഇതുണ്ടോ, പള്ള ഇതിനകത്ത് കൂടെയൊക്കെ ആയി കയറി പോകുന്നത്. നമ്മൾ പോകുന്നതാണ്ട് അവിടെയാണ്, സ്പോട്ടിലാകണ്ട വെള്ളം കിടക്കുന്നുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. വണ്ടിയൊക്കെ അങ്ങ് മേടി വെച്ചിരിക്കുക. ഇച്ചിരി വെള്ളത്തിന് ഇച്ചിരി തെളിച്ചമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ബാ. Greece. എന്നാ സാധനമാണെന്ന് നോക്കിയോ, എൻ്റെ പൊന്നോ, ഹെവി സാധനം, ഹെവി. വീഡിയോ റെക്കോർഡാണെന്ന് നോക്കട്ടെ. ഓക്കെ. എൻ്റെ പൊന്നു മച്ചാന്മാരെ, നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ സാധനം. ഇതെന്നാ ഇത്, മുതലയോ? അയ്യോ, അത് ഒന്നാമത് റെഡ് സിലോപ്പി, അടിപൊളി സാധനം. അയ്യോ അയ്യോ, എൻ്റെ കൈ വെച്ചിട്ട് കാണത്തില്ലേ, ഉണ്ടോ? ഇത്രയും ഭാഗം വരെ ഉള്ളു കൈ. ഇവൻ്റെ നീളം 1, 2 കൈപ്പത്തിയുടെ നീളം എൻ്റെ കേട്ടോ. എന്നാ മുതലായത്. ഇവൻ ആദ്യം വന്നപ്പോഴേ നമ്മളെ കണ്ടോണ്ട് അവൻ താന്ന് വെള്ളത്തിൽ. ഞാൻ പിന്നെ ഇവിടെ തന്നെ വയ്യ അനങ്ങാതെ നിന്ന് കഴിഞ്ഞപ്പോൾ രണ്ടാമത് വയ്യ കറങ്ങി വന്നതാണ് ഇവിടുന്ന് ഇങ്ങോട്ട്. കൊടുത്ത് നമ്മൾ പണി കറക്റ്റ് കണ്ട് അടി കിട്ടിയിരിക്കുന്നത്. സെൻട്രൽ ഷൂട്ട് അടി. സെൻട്രൽ ഷൂട്ടിൽ നിന്ന് വേണേൽ പറയാം. ഉണ്ടോ കയറിയിരിക്കുന്നത്. അടുത്ത ഫിലിപ്പിനെ കണ്ടിട്ടുണ്ട്. ഇവിടെ അടി കൊണ്ട് മറിഞ്ഞ്. ഉണ്ടോ എൻ്റെ പൊന്നു മച്ചാന്മാരെ, മുട്ടൻ സാധനമാണ് കേട്ടോ. അയ്യോ, ഈ കഥയൊന്നും റിപ്പീറ്റ് അല്ല കേട്ടോ. ഇതൊന്നും ഇതെല്ലാം സെപ്പറേറ്റ് മീനാണ്. ഒറ്റ മോഡലാണ്. അടി കൊണ്ട് സ്ഥലം മാത്രമേ വ്യത്യാസമുള്ളൂ. നേരത്തെ കഴിഞ്ഞ് ഹെവിയാന്ന് തോന്നുന്നു. അയ്യോ, ഇതും അതുപോലെയൊക്കെ തന്നെ കേട്ടോ. ഹെവി സാധനം, ഹെവി. ഉണ്ടോ? ഇടിപ്പം മുതലാണ്. നമുക്ക് പിന്നെ കൊണ്ട് ഇട്ടേച്ച് വരാം വലയ്ക്കകത്ത്. നമ്മുടെ ബാഗിനകത്തോടെ ചത്തു പോവും.
ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് കുടിക്കണം കേട്ടോ. ചെറിയ സിലോപ്പിനെ നമ്മൾ അടിക്കില്ല. ഇപ്പം അതിൻ്റെ കൂടുതൽ രണ്ടെണ്ണം നിന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ചെറുതാണ് നമ്മൾ അടിച്ചില്ല. നമുക്ക് വരാൻ മതി. ഓക്കെ, നമുക്ക് ഇവനെ കൂടെ കൊണ്ട് ഇടാം കേട്ടോ. ഉണ്ടോ, അടിപൊളി ഒരു സാധനം. അടി കൊണ്ട് അപ്പുറമേ വന്നു കേട്ടോ. ഓക്കെ, അടിപൊളി ഒരു സാധനം കയറിയിട്ടുണ്ട്. ഒയ്യോ, പറഞ്ഞു പോവോ. എനിക്കെല്ലാം അങ്ങനെയാണ്. മിക്കവാറും പുല്ലിൻ്റെ സൈഡിൽ കയറി. പിന്നെ ഇറങ്ങട്ടെ അവിടെ. അയ്യോ, ലോക്ക് കക്കിച്ചേ കയറിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഇട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. അയ്യോ, ഇടയുള്ളെടുത്തിട്ട് കാണിച്ചില്ലെങ്കിൽ കണ്ടോ ഇത് ഐറ്റം. ഇതാണ് മുതലെന്ന് പറയുന്നത്. ഡീപ്പിൽ കൂടെ പമ്മി പോയതാ. അതിനെ അടിക്കുകയായിരുന്നു പറഞ്ഞത്. നമ്മൾ ഉന്നമൊക്കെ പഠിച്ചെന്നുള്ള ഇവനറിയാവോ? പണ്ടത്തെ പോലെ അടിച്ചാൽ കിട്ടുകയല്ലെന്നാണ് പറഞ്ഞത്. ഇതുണ്ടോ, തൂക്കി പിടിച്ചിട്ട് ഇതുണ്ടോ ട്രാവ് അഴിഞ്ഞു പോകുന്നതാണ്ടോ. ഇത് ഒന്നുകൂടെ കാണിക്കാം. ഉണ്ടോ, ട്രാവ് കഴിഞ്ഞു പോകുന്നത്. ഇതുണ്ടോ, ഉണ്ടോ. അതിൻ്റെ വെയിറ്റ് എന്താണെന്ന് നിങ്ങളത് ആലോചിച്ച് നോക്കി. ഓ, കൈക്ക് പിടിക്കാൻ മേലെ. ഉണ്ടോ, എൻ്റെ കൈ ഒന്നുമില്ല, ഇച്ചിരിയേ ഉള്ളൂ. ഇതൊരു 1.5 കിലോ മേളിൽ കാണും കേട്ടോ ഈ സാധനം. യെസ്, ചപ്പിനിടവഴി അടിച്ചപ്പോൾ കയറി. ചപ്പിൻ്റെ ആ ചപ്പിനിടവഴി അടിച്ച്. ആ ഒരെണ്ണം കിട്ടി. ഒരെണ്ണമല്ല, 2-3 കിട്ടി. നീ ആ ചപ്പിനകത്തോട്ട് ഇങ്ങോട്ട് കയറി പോയി. ഇങ്ങോട്ട് വാ. ആ, തിലോപ്പിയ. അടി കൊണ്ടാന്നാലോ ചപ്പിനകത്തോട്ടാ ഓടിക്കയറുന്നത്. നേരെ നിന്നുമാരെ കാണാൻ പറ്റുന്നില്ലേ. നമ്മളെ കാണുമ്പോഴും താഴുക. ആ ചപ്പിനിടവഴി, ആ കമ്പിനിടവഴി അടിച്ചേ. അല്ല, അവിടെ അങ്ങനെ അടുക്ക് നിൽക്കുമായിരുന്നു. അതേ, നല്ല സൈസ് ഒരു സിലോപ്പി. അല്ല, ഉരുണ്ട സിലോപ്പി. കണ്ടോ, ചൂണ്ടിടാൻ വന്നാ. ആ, ഇതുണ്ടോ, കിട്ടിയോ? അത്ര നേരം ഇരുന്നു കേട്ടോ. അയ്യോ, അതങ്ങനെ പോലാവും. ആണ്ട പോകുന്നത്, അടുത്തവനാണ്ട പോകുന്നു. അവനെ ഒന്ന് അഴിച്ചെടുത്ത്. അതോ ഗൈസ്, നമ്മളിന്ന് ഫിഷിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മീനെയൊക്കെ കാണണ്ടേ. ബാ, ഇത് ഇത്രയും മീനാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതല്ല, ഇതിൻ്റെ ഒരു സിലോപ്പിയും ഒരു പുല്ലനും കൂടെ ഉണ്ടായിരുന്നു. ഒരു സിലോപ്പീനും പുല്ലനും ഞാൻ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, നമ്മുടെ ചൂണ്ടയിടാൻ വന്നാൽ അവിടെ. ആ പുള്ളിക്ക് ഞാൻ കൊടുത്തു. പോയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇത്ര മീനാണ് ഉള്ളത്. ഇപ്പോൾ 4 സിലോപ്പീനൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് എത്ര കിലോ കാണുമെന്ന്. ഇതെല്ലാം ഒരു 1 kg പ്ലസ്സാണ്. ഇതും ഇതതിനകത്ത് ഏറ്റവും വലുതെന്ന് തോന്നുന്നു. ഇതൊന്നും ഒന്നും മാറ്റി നിർത്താനില്ല, എല്ലാം സെയിമാണ്. ഉണ്ടോ, ഇതും എല്ലാം, ഇത് 3 എന്നാ വ്യത്യാസമുണ്ട്. അതേ ലെവലിൽ ഇട്ടേക്കുവാണെങ്കിൽ. ഇതിനകത്ത് ഏതാ വലുതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ഇട്ടേര് കേട്ടോ.
1 2 3 ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ ആണോ എന്ന് കമൻറ്റ് ഇട്ടാക്കണേ. ഇതൊക്കെ ജീവനുള്ളതാണ്. ഇതിനും ജീവനുണ്ട്. ഇതും ഉണ്ട്. ഇതുകൊണ്ടോ ചുണ്ടനങ്ങുന്നത്. ഇതിന് ജീവനുണ്ട്. പക്ഷേ കൊണ്ട് അനങ്ങുന്നുണ്ട്. കണ്ടോ? നിനക്കെന്നെ അനങ്ങാൻ മേലാത്തെ? അവന് മുള്ളു പൊക്കി. ഉണ്ടോ പൊക്കുന്നത്? 3 ജീവനുണ്ട്. ഇതിൻ്റെ കണ്ണ് കാണുമ്പോൾ അറിയാം. കണ്ടോ? അത് തിളങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, ഫയർ ഫിഷിംഗ് 1977 അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.